അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ആണിനായാലും പെണ്ണിനായാലും നമുക്ക് കുറച്ചൊക്കെ ലജ്ജ വേണം. നമ്മുടെ സംഭാഷണത്തിലും അതുപോലെ നമ്മുടെ വേഷവിധാനത്തിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരല്പം കുലീനത്വവും ലജ്ജയൊക്കെ കീപ്പ് ചെയ്യുന്നത് ഈമാനിൻ്റെ ഏറ്റവും വലിയ ഒരു നിർണായകമായ ഘടകമാണ്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. സ്ത്രീകൾ പുരുഷവേഷം കെട്ടി നടക്കുകയും പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി നടക്കുകയും ചെയ്തൊരു കാലം വരും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടങ്ങളിൽ അതൊക്കെ സംഭവിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ലിംഗഭേദം നോക്കാത്ത നിലയിലുള്ള ഒരു ജീവിതശൈലി എന്ന് പറയുന്ന ഒരു വഴിവിട്ട ജീവിതശൈലിയാണ്. ആണിന് ആണിൻ്റേതായിട്ടുള്ള സ്വകാര്യതകളും പെണ്ണിന് പെണ്ണിൻ്റേതായിട്ടുള്ള സ്വകാര്യതകളും ഒക്കെയുണ്ട്, പ്രൈവസിയുമുണ്ട്. ഇത് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ സൗഹൃദങ്ങൾക്കും ഒരു അതിർവരമ്പുകളുണ്ട്. നമ്മൾ ഈ ശരീരം പ്രദർശിപ്പിക്കത്തക്ക നിലയിൽ വസ്ത്രദാനം ചെയ്തുകൊണ്ട് നടക്കുന്നതും ഫേസ്ബുക്കിൽ ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റാത്ത നിലയിൽ വളരെ മോശമായ അശ്ലീലമായ ചിത്രങ്ങളൊക്കെ ഒരു ലജ്ജയില്ലാതെ ചില സ്ത്രീകൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം ഖേദവും തോന്നും. അപ്പോൾ നമുക്ക് സ്വൈര്യമായിട്ടൊന്നും ഫേസ്ബുക്കിൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ ജാതിമത ഭേദമന്യേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത ശരീര പ്രദർശനങ്ങൾ ആവശ്യമില്ല, സൗന്ദര്യ പ്രദർശനവും ആവശ്യമില്ല. ഒരു പെണ്ണ് നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയായി നിൽക്കേണ്ടത് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ്. അവളുടെ ശരീരവും അവളുടെ സൗന്ദര്യവും ആസ്വദിക്കത്തക്ക നിലയിൽ ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടത് ഒരു സ്ത്രീയുടെ കടമയാണ്. അതിലാണ് അവർ സന്തോഷം കണ്ടെത്തേണ്ടത്. ഇപ്പം നമ്മളെ എല്ലാവരും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീൻസും ടൈറ്റ് ടീഷർട്ടും ഇട്ട് നമ്മുടെ ബോഡി പ്രദർശിപ്പിക്കത്തക്ക നിലയിലുള്ള ടൈറ്റ് ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് പക്ഷേ ഒരു വലിയ ഭാഷയായിട്ടൊക്കെ തോന്നുമെങ്കിലും മറ്റുള്ളവർ വളരെ നിന്ദ്യമായിട്ടേ കാണുകയുള്ളൂ, പുച്ഛമായിട്ട് കാണും. ഇപ്പം തന്നെ ശിരോവസ്ത്രം ധരിച്ച് ഭരതമായിട്ട് പോകുന്നൊരു സ്ത്രീയെ കണ്ടാൽ നമുക്കൊരു ബഹുമാനാദരവ് തോന്നാറുണ്ട്. പക്വമായ വേഷം ധരിച്ച് ശരീരം മറയ്ക്കേണ്ട ഭാഗങ്ങളൊക്കെ മറച്ച് വൃത്തിയായിട്ട് പോകുന്ന മലയാളി സ്ത്രീകളെ നമുക്ക് കാണുമ്പോൾ അവർക്ക് ബഹുമാനാദരവുകൾ കൊടുക്കാൻ തോന്നും. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത ശരീര പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ട് ഫാഷൻ പരേഡ് നടത്തിക്കൊണ്ട് പോകുന്ന സ്ത്രീകൾ സമൂഹത്തിൽ അവർക്ക് തോന്നും എന്തോ വലിയ മേന്മയാണ്. പക്ഷെ സമൂഹം ഞങ്ങളെപ്പോലുള്ള ആണുങ്ങളൊക്കെ ശരിക്കും സത്യം പറയുകയാണ്. സ്ത്രീകൾ ഈ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുകയാണ്, നിന്ദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഗണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയില്ല. അപ്പോൾ അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് നമ്മൾ വിധിവിലക്കുകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. വേഷവിധാനത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പള്ളിയിലെ ഒരു ഇമാമ് അല്ലെങ്കിൽ പള്ളിയിലൊരു അച്ഛൻ, തന്ത്രി, ഏത് വേഷത്തിലാണ് നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അതല്ലാത്തൊരു വേഷം ഇട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന ദൈവീകമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ ഒരാൾ മുന്നോട്ട് നമ്മളത് അംഗീകരിച്ചു കൊടുക്കുമല്ലോ പരിപൂർണമായിട്ടും. അപ്പോൾ വേഷവിധാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇട്ടിരിക്കുന്ന ലോഹയ്ക്കായാലും പള്ളിയിൽ ഉസ്താദ് ധരിച്ചിരിക്കുന്ന വേഷത്തിനായാലും തന്ത്രി ധരിക്കുന്ന വേഷങ്ങൾക്ക്